ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതിന് ശേഷം വലിയ ബന്ധങ്ങളിലേക്ക് പോവുകയും ആ ബന്ധങ്ങൾ ഒരുപാട് മേഖലയിലൂടെ സഞ്ചരിച്ചു. അവസാനം ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ മുന്നേയുള്ള ബന്ധങ്ങളൊക്കെ മറന്നു, പരസ്പരം ശത്രുക്കളായി. വളരെ മിടുക്കിയാണ് ആദിത്യ. അവരുടെ ഒരുപാട് ഫോളോവേഴ്സ് അവർക്കുണ്ട്. മാത്രമല്ല അവരുടെ ഫോട്ടോസുകളൊക്കെ കണ്ടാൽ നമുക്കറിയാം നല്ലൊരു കഴിവുള്ള കുട്ടിയാണെന്നുള്ളത്. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയ ചതിക്കുഴി എന്നുള്ളത് പലപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നമ്മളുടെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾ അവരുടെ ഒരുപാട് രീതിയിലുള്ള ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ഇതിന്റെ പേരിൽ പല പ്രണയങ്ങളും സംഭവിക്കാറുണ്ട്. ഈ പ്രണയങ്ങളൊക്കെ ഒരു മനുഷ്യൻ പലപ്പോഴും അവന്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നതിന്റെ പേരിലൊന്നുമല്ല. പെട്ടെന്ന് കാണുന്ന ചില കാഴ്ചകൾക്കുള്ളിൽ ഇഷ്ടങ്ങളാണ് വരുന്നത്. ഈ ഇഷ്ടമെന്ന് പറയുന്നത് പലപ്പോഴും കാമത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തികൾ സംഭവിക്കുകയും പിന്നീട് പല ശത്രുതയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാതെ, താങ്ങാൻ പറ്റാതെ പലരും പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഹതഭാഗിയാണ് നമ്മുടെ ആദിത്യ എന്ന് പറയുന്നത്. എല്ലാത്തിലും കഴിവുള്ള കുട്ടിയാണ്, മിടുക്കിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ബന്ധം അവസാനിച്ചതിന്റെ പേരിൽ, അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നതിന്റെ പേരിൽ പല ഭാഗത്തു നിന്നുള്ള സൈബർ ആക്രമണങ്ങൾ ആ കുട്ടിക്കുണ്ടായി. അങ്ങനെ തന്റെ കുടുംബത്തിനൊരു ചിത്തപ്പേര് വേണ്ട എന്നുള്ള തീരുമാനങ്ങളായിരിക്കാം ആ കുട്ടി പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചത്. ഇങ്ങനെ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കുടുംബത്തിന്റെ ചിത്തപ്പേര് വേണ്ട, അതല്ലെങ്കിൽ ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ചിന്താഗതികളൊക്കെയാണ് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് നിങ്ങളെ ചിന്തയായി കൊണ്ടെത്തിക്കുന്നത് എങ്കിൽ, ആരും അറിയാതെ അല്ലെങ്കിൽ ഒരു വീട് മാത്രം അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രം അറിഞ്ഞിരുന്ന ചില പ്രശ്നങ്ങൾ നാട് മുഴുവൻ വാർത്തയാവുകയാണ്. പലപ്പോഴും നാട് മുഴുവൻ വാർത്തകളായിട്ട് ആ കുടുംബത്തിനെ അല്ലെങ്കിൽ അച്ഛനെ രക്ഷിക്കാൻ, അമ്മയെ രക്ഷിക്കാൻ, എൻ്റെ അമ്മ വഷളാവരുത് അല്ലെങ്കിൽ അച്ഛൻ വഷളാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് പല കുട്ടികളും തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഈ ജീവിതം അവസാനിപ്പിക്കുന്നതോടുകൂടി അത് വലിയ ന്യൂസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ആരും അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് കുടുംബങ്ങൾ മാത്രം അറിഞ്ഞിരുന്നത് ഒരുപാട് കുടുംബങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ അറിയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് പറയുവാനുള്ളത്, ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാത്തവരോ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തവരോ കുറവാണെന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴും ഇത് മനുഷ്യനാണോ കാട്ടാളനാണോ അതല്ല നമ്മുടെ ജീവിതം എടുക്കാൻ വേണ്ടി വന്ന ആളാ, ഈ ഒരു ചിന്ത നമുക്ക് നല്ലതാണ്. എങ്ങനെയെങ്കിലും കാണുന്ന ഏതെങ്കിലും രീതിയിൽ, ഇപ്പൊ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലുള്ള പല പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിട്ട് പിന്നീട് പോലീസ് കേസാകുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് അറിയുന്നതാണ്. അവർ ചുണ്ടൊക്കെ ചോപ്പിച്ച് മീശൊക്കെ പിരിച്ചിട്ട് ഭയങ്കര സ്റ്റൈലിലാണ് ഫോട്ടോ ഇട്ടിരുന്നത്. നേരിട്ട് കാണുന്ന സമയത്ത് ഒരു മൊയന്ത് എന്ന് തന്നെ പറയാം. ആ പയ്യനൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആ പയ്യനെ പ്രണയിച്ചിരുന്ന പെണ്ണ് പോലും ബോധം കെട്ടു പോയിട്ടുണ്ടായിരിക്കും. കാരണം കാണാപ്പുറത്തിരുന്ന് പല ഫോട്ടോസുകളും അയച്ചു കൊടുത്തിട്ട് തന്റെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ അയച്ചു കൊടുത്ത് പിന്നീട് പ്രശ്നങ്ങളാവുമ്പോഴാണ് കേസാകുന്നത്. അങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ ഒരാഴ്ചയിൽ 3-4 അറിയുന്നതാണ്. യാതൊരു പരിചയവും ഇല്ല. ഒരു ഫോട്ടോ കണ്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ സംസാരിച്ചതിന്റെ പേരിലാണ് ഇത്രയും ബന്ധങ്ങൾ സ്ട്രോങ് ആകുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ തന്നെയാണ് ഈ കെണി വലകളിലെല്ലാം വീണു പോകുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നതോ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതോ നിങ്ങൾ ബെസ്റ്റിയായി കൊണ്ടു നടക്കുന്നതോ ഇതൊന്നും ഞാൻ എൻ്റെ ചർച്ചയിൽ കൊണ്ടുവരുന്നേ ഇല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും പാരി തടഞ്ഞാലും നിൽക്കാനും പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ പോയിന്റ് മാത്രമാണ്. ഏതൊരുത്തന്റെ പീഡനമാവട്ടെ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളാവട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകരുത്. നിങ്ങൾ പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിച്ചു പോകുമ്പോൾ ആരാണോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്, ഇടങ്ങറാക്കിയത്, അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്നത്, അവൻ ഒരു പണത്തൂക്കം മുന്നിലായി രക്ഷപ്പെട്ടു. താൽക്കാലികമായിട്ട് അറസ്റ്റ് ഉണ്ടായിരിക്കും, തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല. ഇന്നത്തെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അറസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ച് സമയം അവിടെ കിടക്കും, ഇവിടെ കിടക്കും, അത് കഴിഞ്ഞാൽ ജാമ്യം എടുക്കും. പിന്നീട് അത് പല രീതിയിൽ നല്ല കഴിവുള്ള വക്കീൽമാരൊക്കെ ഉണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് ഊരി പോരാനും കഴിയും. ആർക്കാണ് മക്കളെ നഷ്ടമുള്ളത്? ആർക്കാണ് ഇവിടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതം പാതി വഴിയിൽ എല്ലാ കഴിവുകളും അവസാനിച്ചുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിച്ചു.
നിങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നും കണ്ണീരിലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോഴും ചിന്തിക്കേണ്ടത്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ആദിത്യയുടെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള 150K മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ 150K മുകളിൽ ഫോളോവേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷെ എത്ര തന്നെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിലും നമുക്ക് മനക്കരുത്തില്ല എങ്കിൽ, നമുക്ക് ജീവിതത്തിൽ ഒരു ആത്മധൈര്യം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൗന്ദര്യം മറ്റുള്ളവർ കാണട്ടെ അല്ലെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് എങ്ങനെ തന്നെ നമ്മൾ ഫോട്ടോസ് ഇട്ടാൽ, ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം ഒരു ഫോട്ടോ ഒക്കെ എങ്ങനെ വരുന്നത് എന്നുള്ളത്. എന്തെല്ലാം രീതിയിൽ കളർ മാറ്റാൻ കഴിയും, കോലം മാറ്റാൻ കഴിയും, എന്തൊക്കെ ചോപ്പിക്കാൻ കഴിയും, കറുപ്പിക്കാൻ കഴിയും, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാ. എങ്കിൽ പോലും ഇത് അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ആവട്ടെ, ഈ ഭ്രാന്ത് മൂത്ത് ചില പ്രണയിനികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രണയിക്കാൻ നടക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഈ ഫസ്റ്റ് കാണുന്ന അട്രാക്ഷനിൽ അവരിതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും അതോടുകൂടി അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അവരുടെ കിന്നാരങ്ങളിലും പഞ്ചാര വാക്കുകളും വലിയ വലിയ എന്താ പറയാ ഓഫറുകളിലൊക്കെ പല കുട്ടികളും വീട് പോവുകയാണ്. അവസാനം അറിയുന്നു, ഞാൻ പൈലറ്റാണെന്ന് പറഞ്ഞിട്ട് പ്രണയിച്ച ഒരുത്തനുണ്ട്. അവരുടെ ഒരു കേസ് എന്റെ അടുത്ത് വന്നപ്പോ അവൻ അവസാനം 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. അവൻ പൈലറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ അച്ഛൻ ബാങ്കിൽ മാനേജർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി ഇതെല്ലാം വിശ്വസിച്ചു. അവസാനം ചെറിയ രീതിയിൽ പ്രശ്നങ്ങളായിട്ട് അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ പൈലറ്റുമല്ല, അവന്റെ അച്ഛൻ ബാങ്കിൽ ആരുമല്ല. ഇങ്ങനെ വലിയ വലിയ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പല കുട്ടികളും ഇന്ന് അങ്ങനെയാണല്ലോ, ആർഭാടത്തിന് മുകളിൽ സഞ്ചരിക്കുന്നവരാണ്. പൈസ വേണം, വലിയ കാറ് വേണം, വലിയ മൊബൈൽ വേണം, മറ്റുള്ളവർ കാണണം, കണ്ടിട്ട് നമ്മളെ കുറിച്ച് ഭയങ്കര എന്താ പറയാ സംഭവമാണെന്ന് പറയണം. പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ ചോർന്നു പോകുന്ന നമ്മുടെ അഭിമാനങ്ങളുണ്ട്. ആ അഭിമാനവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരുടെ അപമാനങ്ങളും ഉണ്ട്. നമ്മുടെ അഭിമാനം ചോർന്നു പോകും, നമ്മുടെ വീട്ടുകാർക്ക് അപമാനമായിട്ട് വരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അഭിമാനത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടും കുറച്ച് തിരിച്ചറിവ്, കുറച്ച് പക്വത അതിലൂടെയൊക്കെ ജീവിക്കുവാനുള്ളതാണ്. അതല്ലാതെ +2 ഉന്നതമായ മാർക്ക് വാങ്ങി ഫുൾ A+ വാങ്ങി ഡിഗ്രി അല്ലെങ്കിൽ LLB MBBS MD ഇങ്ങനെ ഏത് രീതിയിൽ എത്ര ഉന്നതിയിലെത്തിയാലും നമുക്ക് നമ്മളെ സംരക്ഷിക്കുവാൻ, അതല്ലെങ്കിൽ മനുഷ്യൻ ഏതാണെന്നോ പിശാച് ഏതാണെന്നോ അല്ലെങ്കിൽ ഈ നമ്മളെ നശിപ്പിക്കാൻ വരുന്നവർ ആരാണെന്നോ തിരിച്ചറിയാത്ത മുഖങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം വെറുതെയാണ്, നമ്മുടെ എല്ലാ മേഖലയിലുള്ള സഞ്ചാരങ്ങളും വെറുതെയാണ്. അവസാനം സങ്കടങ്ങളും നഷ്ടങ്ങളും മാത്രമായിരിക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും. നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് സങ്കടങ്ങളും നഷ്ടങ്ങളും കൊടുക്കാതെ അവർക്ക് സന്തോഷങ്ങളും അഭിമാനവും കൊടുക്കാൻ പറ്റുന്ന മക്കളായി വളരാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാം.